നമസ്കാരം. ദ പാത്ത് ഈസ് എ ഗോൾ എന്ന ഡിസ്കഷൻ സീരീസിൻ്റെ അടുത്ത സെഷനിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം. നമുക്ക് ആദ്യം മെഡിറ്റേഷൻ ചെയ്യാം. കണ്ണുകൾ അടച്ച് ശാന്തമായിരിക്കും. ഭൂമി മാതാവിനോടും സർവചരാചരങ്ങളോടും അന്തരീക്ഷത്തോടും കൃതജ്ഞത രേഖപ്പെടുത്തും. ഭൂമി മാതാവിൽ നിന്നുമുള്ള ഹീലിംഗ് എനർജി കാലുകളിലൂടെ പ്രവേശിച്ച് ശരീരം മുഴുവൻ വ്യാപിക്കുന്നതായും ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളെയും എല്ലാ കോശങ്ങളെയും റിലാക്സ് ചെയ്യാൻ സഹായിക്കുന്നതായും അനുഭവിക്കും. ഇപ്പോൾ ശരീരം പൂർണ്ണമായും റിലാക്സ്ഡായി. ഈ റിലാക്സേഷൻ ഹൃദയത്തിൽ അനുഭവിക്കൂ. ശ്വാസം ദീർഘമായി ഉള്ളിലേക്ക് എടുക്കൂ. ഹൃദയത്തിൽ സ്നേഹം നിറയുന്നതായി അനുഭവിക്കൂ. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ സ്നേഹം പ്രപഞ്ചം മുഴുവൻ വ്യാപിക്കുന്നതായും അനുഭവിക്കും. ഹൃദയത്തിൽ കുടികൊള്ളുന്ന സ്നേഹത്തിൻ്റെ സ്രോതസ്സിൽ നിന്നും ഉദ്ഭവിക്കുന്ന ദിവ്യപ്രകാശം മനസ്സിനെ ആകർഷിക്കുന്നതായി അനുഭവിക്കൂ. ആ ദിവ്യപ്രകാശത്തിൽ ധ്യാനം ആരംഭിക്കൂ. മനസ്സിൽ ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ മൃദുവായി അവയെ അവഗണിക്കുക. ദിവ്യപ്രകാശത്തിൽ ധ്യാനം തുടരുക. പ്ലീസ് സ്റ്റാർട്ട് മെഡിറ്റേഷൻ. ഓക്കെ, കണ്ടീഷൻ ഹൃദയത്തിൽ നിലനിർത്തി പതുക്കെ കണ്ണുകൾ തുറക്കൂ. എല്ലാവരെയും ഹാർദമായി ഹാർട്ട്ഫുൾനെസ് സഹജമാർഗ് മെഡിറ്റേഷൻ സിസ്റ്റത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എങ്ങനെ ജോയിൻ ചെയ്യാം എന്നത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നാളെ അന്താരാഷ്ട്ര യോഗ ദിനമാണ്. എല്ലാവരെയും ഹാർട്ട്ഫുൾനെസ് സിസ്റ്റത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒരു കംപ്ലീറ്റ് യോഗ സിസ്റ്റമാണ് ഹാർട്ട്ഫുൾനെസ് സിസ്റ്റം. അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു ലിവിങ് മാസ്റ്റർ, അദ്ദേഹം നമ്മൾക്ക് എപ്പോഴും ആ ദിവ്യതയിലേക്ക് കണക്ട് ചെയ്യുന്ന പ്രാണാഹുതി നൽകിക്കൊണ്ടിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ജീവിതം നമുക്ക് നമ്മുടെ ജീവിതത്തെ ട്രാൻസ്ഫോം ചെയ്യാൻ നമുക്കൊരു മാതൃകയായി നമ്മുടെ മുമ്പിലുണ്ട്. വളരെ ലളിതമായിട്ടുള്ള സിസ്റ്റമാണ്. ചിലവൊന്നുമില്ല. റെഗുലറായിട്ട് പ്രാക്ടീസ് ഉണ്ട് ചെയ്യാം. റെഗുലറായിട്ട് ഫോളോ അപ്പ് ഉണ്ട്. ട്രെയിനേഴ്സായിട്ട് റെഗുലറായിട്ടുള്ള മെഡിറ്റേറ്റീവ് സെഷൻസ് നടത്താം. നമ്മുടെ ജേർണൽ റെക്കോർഡ്സ്, അതിലൂടെ നമുക്ക് നമ്മുടെ പ്രോഗ്രസ് മനസ്സിലാക്കാൻ സാധിക്കും. വളരെ വളരെ സമഗ്രമായിട്ടുള്ളൊരു സിസ്റ്റം എന്ന് പറയാം. ഞാൻ ഏകദേശം 30 വർഷമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നതാണ്. അതിൻ്റെ ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വഭാവത്തിലെ മാറ്റം, കാര്യങ്ങൾ അഭിമുഖീകരിക്കാനുള്ള ആ ഒരു കഴിവ്, മാനസികമായിട്ടുള്ള സന്തുലിതാവസ്ഥ എപ്പോഴും നിലനിർത്താൻ സാധിക്കുക, ക്രമേണ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അപ്പം എങ്ങനെ ജോയിൻ ചെയ്യാം എന്നത് ഏതെങ്കിലും ഹാർട്ട്ഫുൾനെസ് ട്രെയിനറിനെ കോൺടാക്റ്റ് ചെയ്താൽ സാധിക്കും. എന്തെങ്കിലും കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ഈ ഗ്രൂപ്പിൽ ഈ വീഡിയോൻ്റെ താഴെ കമൻസിൽ ഷെയർ ചെയ്യാം. നമ്മളെ സഹായിക്കാൻ ഞങ്ങളെല്ലാവരും തയ്യാറാണ്. നമ്മൾ റിയൽ ലേണിങ്ങിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. ശരിയായിട്ടുള്ള അറിവ് നമ്മളിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ ഈ ലോകത്തിൽ എത്ര വലിയ ക്രിയേഷൻ നടത്തിയാലും അതൊന്നും ശാശ്വതമല്ല എന്ന് നമുക്കറിയാം. ഈ ക്രിയേഷൻ നടക്കാനുള്ള അറിവ് എവിടുന്നാണ് വരുന്നത്? നമ്മുടെ ഉള്ളിലേക്ക് വരുന്ന ആ ലൈഫ് ഫോഴ്സ്, ഒരു വിത്തിൻ്റെ ഉള്ളിലാണ് മരം ഒളിഞ്ഞു കിടക്കുന്നത് എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു. അതിൻ്റെ മാനിഫെസ്റ്റേഷനാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ കാലത്തിനനുസൃതമായിട്ട് മാറ്റങ്ങൾ വന്നുകൊണ്ടേയിരിക്കുന്നു. ഒരു പുഴ ഒഴുകുമ്പോൾ തുടക്കത്തിൽ വളരെ ചെറിയ അരുവിയായിരുന്നു. അതിൻ്റെ ചുറ്റും ആരും താമസിക്കുന്നുണ്ടാവില്ല. പക്ഷേ അത് കൂടുതൽ വിശാലമാകുമ്പോൾ കൂടുതൽ ആൾക്കാർക്ക് താമസിക്കാൻ സാധിക്കുന്നു. ചുറ്റും ഡെവലപ്മെൻറ്റ് ഉണ്ടാകുന്നു. വലിയ വലിയ പട്ടണങ്ങളുണ്ടാകുന്നു. അപ്പോൾ പട്ടണങ്ങളുടെ വലിപ്പമല്ല പുഴയുടെ പ്രാധാന്യം കാണിക്കുന്നത്. പുഴയുടെ പ്രാധാന്യം അതിൻ്റെ ഉള്ളിലുള്ള വെള്ളമാണ്, അതിൻ്റെ പ്യൂരിറ്റി. താഴേക്ക് എത്തുമ്പോഴേക്കും അത് പൊല്യൂട്ടഡ് ആവുമെന്നുള്ളത് നമ്മുടെ ഇൻട്രാക്ഷൻ കാരണം സംഭവിക്കുന്നതാണ്. പുഴയിലുള്ള പരിശുദ്ധമായിട്ടുള്ള ഫ്ലോ അതൊരിക്കലും കളങ്കപ്പെടുന്നില്ല. അതെപ്പോഴും അതിൻ്റെ ഉള്ളിലുണ്ട്. അതുപോലെ നമ്മുടെ ഉള്ളിലേക്ക് വരുന്ന ഈ പ്രവാഹം, അതാണ് യഥാർത്ഥ ജ്ഞാനം. അത് ഈ മാനിഫെസ്റ്റേഷനിൽ ഡിപ്പെൻഡൻ്റ് അല്ല. നമ്മുടെ ചിന്തയിലോ വാക്കിലോ പ്രവൃത്തിയിലോ ഒന്നും ആശ്രയിച്ചല്ല ഇരിക്കുന്നത്. അത് അതിനൊക്കെ അപ്പുറമാണ്. അപ്പോൾ അതിലേക്ക് നിരന്തരമായിട്ട് കണക്ട് ചെയ്യുക.
അതാണ് ശരിക്കും എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നിരന്തരമായിട്ട് നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ അതെങ്ങനെ മനസ്സിലാവുക? നമ്മുടെ ക്യാരക്ടറിലുള്ള ട്രാൻസ്ഫോർമേഷൻ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സ്വഭാവ പരിവർത്തനമാണ് യഥാർത്ഥ എഡ്യൂക്കേഷൻ്റെ അൾട്ടിമേറ്റ് ആയിട്ട് ലക്ഷ്യം എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഈ യാത്രയിൽ നമ്മൾ എത്തിച്ചേരേണ്ട ലക്ഷ്യം അഹിംസയാണ് എന്ന് മഹാത്മാഗാന്ധി പറഞ്ഞു. അഹിംസ പരമോ ധർമ്മ എന്നുള്ള ഒരു പ്രസിദ്ധമായിട്ടുള്ള ശ്ലോകമുണ്ട്. അതിൻ്റെ രണ്ടാമത്തെ ഭാഗമായിട്ടുള്ള ധർമ്മം നിലനിർത്താൻ ചിലപ്പോൾ ഹിംസ വേണ്ടി വരാം എന്നുള്ള ഒരു ഭാഗം മഹാത്മാഗാന്ധിജി സൗകര്യപൂർവ്വം വിസ്മരിച്ചു എന്നാണ് പലപ്പോഴും കേട്ടിട്ടുള്ളത്. എന്നാൽ അങ്ങനെയാണോ? തീർച്ചയായിട്ടും അല്ല. അഹിംസ, പെർഫെക്റ്റ് അഹിംസ എന്ന് പറഞ്ഞത് അബ്സല്യൂട്ട് സ്റ്റേറ്റിലാണ് മഹാത്മാഗാന്ധി പറഞ്ഞു. യൂക്ലീഡിയൻ ജോമെട്രിയിൽ സ്ട്രെയിറ്റ് ലൈൻ പോലെയാണ് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. പ്യുവറായിട്ടുള്ള സ്വർണം കൊണ്ട് ആഭരണങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കില്ല. ആ സ്വർണ്ണത്തിൽ കോപ്പർ മിക്സ് ചെയ്യുമ്പോൾ മാത്രമേ അത് ആഭരണമാക്കാൻ പറ്റുള്ളൂ. പക്ഷേ കോപ്പർ മിക്സ് ചെയ്ത സ്വർണം എത്ര ബ്യൂട്ടിഫുൾ ആയാലും, എത്ര ബ്യൂട്ടിഫുൾ ഓർണമെൻ്റ് ആയാലും പ്യുവറായിട്ടുള്ള സ്വർണ്ണമല്ല. അതുപോലെ തന്നെ നമ്മുടെ ഈ ലോകത്തിൽ എത്രത്തോളം നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ, എത്ര ഭംഗിയായിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ അതെല്ലാം കറപ്റ്റഡ് തന്നെയാണ്. നമുക്ക് ഒരിക്കലും ആ പ്യൂരിറ്റിയെ അതിൻ്റെ അബ്സല്യൂട്ട് ലെവലിൽ ഇവിടെ മാനിഫെസ്റ്റ് ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് ഈ ലോകത്തിൽ തീർച്ചയായിട്ടും ഒരു കറക്റ്റീവ് ഫാക്ടേഴ്സ് എപ്പോഴും വേണ്ടി വരും. അതാണ് ഹിംസ. നമ്മുടെ ഉള്ളിലും പുറമേന്നും കറക്റ്റീവ് ഫാക്ടേഴ്സ് ഉണ്ട്. നമ്മൾ എന്ത് പ്രവൃത്തി ചെയ്യുമ്പോഴും ഒരു നിയമമുണ്ട്. ആ നിയമം നമ്മളെ എപ്പോഴും നയിച്ചുകൊണ്ടിരിക്കുന്നു. ലൗകിക നിയമമുണ്ട്, രാജ്യത്തിൻ്റെ നിയമങ്ങൾ, ലോകത്തിൻ്റെ നിയമങ്ങൾ. നമുക്കതിനെ മറികടക്കാൻ പറ്റില്ല. ഓരോ രാജ്യത്തിനും അതിൻ്റെ നിയമമുണ്ട്, പ്രപഞ്ചത്തിൻ്റെ നിയമങ്ങളുണ്ട്. നമുക്കതിനെ മറികടക്കാൻ സാധിക്കില്ല. നമ്മൾ മുകളിലേക്ക് ചാടിയ താഴേക്ക് തന്നെ വീഴും. ഭൂമിയുടെ ഗുരുത്വാകർഷണ ശക്തി, ലൈറ്റിൻ്റെ വേഗത നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ആ ലൈറ്റ് ഉപയോഗിച്ച് നമുക്ക് പ്രവർത്തിക്കാം, സൗണ്ട് ഉപയോഗിച്ച് നമുക്ക് പ്രവർത്തിക്കാം. അപ്പോൾ അതിനെ നമുക്ക് മോഡിഫൈ ചെയ്യാൻ സാധിക്കും. നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു നിയമമുണ്ട്, അതിനെ നമുക്ക് മറികടക്കാൻ സാധിക്കില്ല. നമ്മൾ എത്ര ചെന്നാലും വയസ്സാവും, മരിക്കും. നമുക്ക് അതിനുള്ളിൽ എന്തൊക്കെ ചെയ്യാൻ സാധിക്കും, ഇത് മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ. അപ്പോൾ എല്ലാത്തിനും ഒരു നിയമമുണ്ട് നമുക്കറിയാം. അപ്പോൾ ഇവിടെ ഒരു കറക്റ്റീവ് ഫാക്ടർ ഉണ്ട്, നമ്മൾ ക്രമേണ കറക്റ്റ് ചെയ്യുന്നത്. ഇതിനെ നമുക്ക് ഒരു ചെറിയ ഹിംസ എന്ന് പറയാം. നമ്മുടെ ശരീരത്തിൽ സെൽസ് ട്രാൻസ്ഫോം ചെയ്തുകൊണ്ടിരിക്കുന്നു. എപ്പോഴും ഇൻഫെക്ഷൻ വന്നുകൊണ്ട് പ്രതിരോധങ്ങളുണ്ട്, യുദ്ധങ്ങൾ നമ്മുടെ ശരീരത്തിൽ നടക്കുന്നു, മഹായുദ്ധങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കേണ്ട ആവശ്യമുണ്ട്. ഇമ്മ്യൂൺ സിസ്റ്റം പോരാടിക്കൊണ്ടിരിക്കുകയാണ്. വലിയൊരു യുദ്ധക്കളം ഉള്ളിലുണ്ട്. നമ്മളെല്ലാവരും ക്യാൻസർ സെൽസ് ഉള്ളവരാണ് എന്നാണ് സയൻസ് പറയുന്നത്. പക്ഷെ അതിൻ്റെ കൺട്രോൾ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. സ്ട്രെസ്സ് വരുമ്പോഴോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ശാരീരികമായിട്ടുള്ള അസുഖം വരുമ്പോഴോ ക്യാൻസർ വന്നു. വൈറൽ ഡിസീസസും ഇമ്മ്യൂൺ ഡിസീസസും ഒക്കെ ക്യാൻസറിൻ്റെ കാരണമാണെന്ന് അറിയാം. മാനസിക സ്ട്രെസ്സ് കാരണം ഇമ്മ്യൂൺ സിസ്റ്റം കൊളാപ്സ് ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ ഉള്ളിൽ പോരാട്ടങ്ങൾ നടക്കുന്നു, പുറത്തും പോരാട്ടങ്ങൾ നടക്കുന്നു. കുടുംബത്തിൽ കാര്യങ്ങൾ നിലനിർത്താൻ പോരാട്ടമുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ എങ്ങനെയാണ് ഈ അഹിംസ പരമോധർമ്മ മെയിൻറ്റെയിൻ ചെയ്യുക? അപ്പോൾ മഹാത്മാഗാന്ധിജി അവിടെയാണ് പറഞ്ഞത്, നമുക്ക് നമ്മുടെ തലത്തിലുള്ള സത്യത്തിൽ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക. നമുക്കത് ആക്സെപ്റ്റബിൾ അല്ലാത്തൊരു സത്യമാണ് എന്ന് തോന്നുകയാണെങ്കിൽ നിസ്സഹകരണം, നോൺ കോപ്പറേഷൻ എന്ന് പറഞ്ഞാൽ എതിർപ്പില്ല. ആ നിയമം കൊണ്ടുവരുന്ന വ്യക്തികളുടെ എതിരെ ദേഷ്യമൊന്നുമില്ല. ഇപ്പോൾ വീട്ടിലാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം അക്സെപ്റ്റബിൾ അല്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ നിസ്സഹകരിക്കും. ഇതിന് ഞാൻ ആക്സെപ്റ്റ്, പക്ഷേ ഒരിക്കലും വെറുക്കില്ല, എതിർക്കില്ല. ബാക്കി എല്ലാ കാര്യത്തിനും നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യും. ആ ഒരു പർട്ടിക്കുലർ കാര്യത്തിൽ മാത്രം എനിക്ക് കോപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ പറയുന്നത് ഇതിൽ നുണ പറയണം, കളവ് പറഞ്ഞാലേ പറ്റുള്ളൂ എന്ന് എനിക്ക് കളവ് പറയാൻ പറ്റില്ല. ഇതിന് എന്ത് ശിക്ഷ വേണമെങ്കിലും നമുക്ക് തന്നോളൂ, പക്ഷേ ഞാനിത് ചെയ്യില്ല. അപ്പോൾ ശിക്ഷ ആക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാണ്. ഒരിക്കലും അവരെ വെറുക്കുന്നു, അവരെ സ്നേഹിച്ചുകൊണ്ടേയിരിക്കും, കൂടുതൽ സ്നേഹിക്കുന്നു. അവരെ നമ്മുടെ തലത്തിലേക്ക് ട്രാൻസ്ഫോം ചെയ്യാൻ നമ്മൾ സഹായിക്കുന്നു. ഇനി ഒരുപക്ഷെ ഞാൻ ചെയ്തതാണ് തെറ്റ്, എൻ്റെ ചിന്താഗതിയാണ് തെറ്റ്, ഞാൻ ആക്സെപ്റ്റ് ചെയ്യും. എപ്പോൾ വേണമെങ്കിലും ഞാൻ കറക്റ്റ് ചെയ്യാൻ തയ്യാറാണ്. എന്നെ കറക്റ്റ് ചെയ്യും. ഞാൻ ചിന്തിക്കുന്നത് ശരിയല്ല എന്നുള്ളത് നിങ്ങൾ പ്രൂവ് ചെയ്യും. അതുവരെ എനിക്ക് എൻ്റെ വഴിയിൽ പോകാനുള്ള അനുവാദം തരണം. ഇതാണ് അദ്ദേഹം ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനടുത്ത് ചെയ്തത്. അദ്ദേഹത്തെ ജയിലിലടച്ചു. അദ്ദേഹം പറയുന്നുണ്ട്, എനിക്ക് നിങ്ങളോട് ദേഷ്യമില്ല, നിങ്ങളുടെ ആ സിസ്റ്റം ഞങ്ങളെ സ്വരാജ്യത്തിലേക്ക് നയിക്കാൻ തടുക്കുന്നു, അതുകൊണ്ട് ഞാൻ നിസ്സഹകരിക്കും. ഇപ്പോൾ ജയിലിട്ടാൽ ജയിലിൻ്റെ ശിക്ഷ അനുഭവിക്കും. പക്ഷെ അവിടെ ഇരുന്നിട്ടും ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്, പുസ്തകങ്ങൾ എഴുതുക, പ്രാർത്ഥന നടത്തുക. സൗത്ത് ആഫ്രിക്കയിൽ ജയിലിട്ടപ്പോൾ അദ്ദേഹം സ്മട്സിന് വേണ്ടി ചെരുപ്പുണ്ടാക്കി കൊടുത്തു എന്നാണ്. അദ്ദേഹത്തെ ജയിലിട്ട ഭരണാധികാരിയാണ്. സ്മട്സ് ആ ചെരുപ്പ് ഇടാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. ഒരു പ്രാവശ്യം ഇട്ടിട്ട് പിന്നെ അത് പറഞ്ഞു, ഇത്രയും മഹാനായിട്ടുള്ളൊരു വ്യക്തി ഉണ്ടാക്കിയിട്ടുള്ള ചെരുപ്പ് ഞാനെങ്ങനെ ഇടുക? അപ്പോൾ അഹിംസ ലക്ഷ്യമാക്കി മനസ്സിലാക്കിയിട്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യണം. അപ്പോൾ ഈ ഹിംസ നടത്തുന്നത് ആരാണ്? ശരിക്കും ഹിംസ നടത്തേണ്ട ആവശ്യമില്ല, അത് ഓട്ടോമാറ്റിക് കറക്ഷനാണെന്നാണ് എനിക്ക് തോന്നുന്നത്.
റിവെഞ്ച് ഇസ് മൈൻ സേസ് ദ ലോഡ് എന്ന് ബൈബിളിൽ പറയുന്നുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. ശരിക്കും വയലൻസ് കറക്ഷൻ നടത്തേണ്ടത് അദ്ദേഹത്തിന് മാത്രമാണ്. അവതാര പുരുഷന്മാർ വയലൻസ്, ഇപ്പോൾ ഭഗവാൻ ശ്രീകൃഷ്ണൻ, ഭഗവാൻ ശ്രീരാമൻ ഒക്കെ വയലൻസ് കാണിച്ചു. യേശു ക്രിസ്തു ഒരിക്കലും മണി ലെൻഡേഴ്സിൻ്റെ അടുത്ത് വയലൻ്റായി എന്ന് കേട്ടിട്ടുണ്ട്. അവർ സ്നേഹത്തോടെ, അവർ ഇൻറ്റൻഷൻ സ്നേഹമാണ്, അവർക്കൊരിക്കലും വെറുപ്പില്ല. പിന്നെ അവർ വയലൻസ് ആരുടെതിരെ ചെയ്തു, ഏത് സിസ്റ്റത്തിനെ ചെയ്തു, അവർക്കൊക്കെ മോക്ഷം കിട്ടിയെന്നാണ് ചരിത്രം പറയുന്നത്. നമുക്കതിനെപ്പറ്റി നമുക്ക് എവിഡൻസ് ഒന്നുമില്ല. പക്ഷെ ആ ഒരു സ്റ്റേറ്റ് എത്തുന്നത് വരെ ഇപ്പോൾ അച്ഛന് കുട്ടിയെ ശിക്ഷിക്കാൻ അധികാരമില്ല. ഇപ്പോൾ അച്ഛൻ്റെ ഇൻറ്റൻഷൻ ലവിങ് ആണ്. അച്ഛൻ്റെ ഇൻറ്റൻഷൻ ലവിങ് അല്ലെങ്കിൽ ആ ശിക്ഷ തെറ്റ് തന്നെയാണ്, ഒരു സംശയമില്ല. അതുപോലെ ആര് പേരൻ്റ് ആയാലും സൊസൈറ്റി ആയാലും അതിനുള്ളിൽ ഇൻറ്റൻഷൻ റിഫോം ചെയ്യാനായിരിക്കണം. ഉള്ളിൽ ദേഷ്യം കൊണ്ടാവരുത്, റിവെഞ്ച് ഉണ്ടാവരുത്. അപ്പോൾ അത് അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ടെങ്കിൽ മാറ്റി വയ്ക്കണം ഡിസിഷൻ എന്നാണ് പറയുന്നത്. ഇപ്പോൾ രണ്ട് സ്റ്റേറ്റിലും അഹിംസ. ഇൻറ്റൻഷനിൽ നമ്മൾ ഒരു ഉയർന്ന സ്ഥാനത്ത് എത്തിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് പ്രവർത്തിക്കുക, സ്നേഹത്തോടെ പ്രവർത്തിക്കുക, അത് വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു കാര്യമാണ്. ചാരിജി മഹാരാജ് പറയുന്നുണ്ട്, ഒരു സ്റ്റേറ്റിലെത്തിക്കഴിഞ്ഞാൽ നമുക്ക് പ്രവർത്തിക്കാൻ പറ്റാത്ത പോലെ തോന്നും. അൾട്ടിമേറ്റ് ഡിസിപ്ലിൻ തന്നെ പ്രവർത്തനരഹിതമായിട്ടിരിക്കുക. അപ്പോൾ നാച്ചുറലായിട്ടുള്ള കറക്ഷൻസ് അവിടെ വരും. ഈ അത്ഭുതവും നമുക്ക് ജീവിതത്തിൽ കാണാൻ സാധിക്കും. ഹാർട്ട്ഫുൾനെസ് സിസ്റ്റം ഫോളോ ചെയ്യുമ്പോൾ പ്രയറിലിരിക്കുക, എന്താണ് വേണ്ടത് വെച്ചാൽ നടക്കട്ടെ എന്ന് ചിന്തിക്കുമ്പോൾ ആ കറക്ഷൻ അവിടെ നടന്നിട്ടുണ്ടാവും. നമ്മൾ അവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ട ആവശ്യം തന്നെ ചിലപ്പോൾ വരില്ല. നമ്മൾ അനുഭവിക്കുന്ന ആളോ ഒരിക്കലും വെറുക്കാതെ ആക്സെപ്റ്റ് ചെയ്തുകൊണ്ട്, എല്ലാം ആക്സെപ്റ്റ് ചെയ്തുകൊണ്ട്, നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും സ്നേഹിച്ചുകൊണ്ട്, സ്നേഹം നൽകിക്കൊണ്ട് പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുക. ഇതാണ് എഡ്യൂക്കേഷനിൽ പഠിക്കേണ്ടത്. സ്കൂളിൽ പഠിക്കുമ്പോൾ കുട്ടികൾ ടീച്ചേഴ്സിനെ ബഹുമാനിക്കണം. ടീച്ചേഴ്സ് കുട്ടിയെ ശിക്ഷിക്കുമ്പോൾ സ്നേഹത്തോട് കൂടിയിട്ട്, കുട്ടിയെ വേദനിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല, കുട്ടിക്ക് കാര്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള തരത്തിലുള്ള ചില ശാസനകൾ ആവശ്യം വരാം. അവിടെ വേദനിപ്പിക്കാൻ. ഞങ്ങളുടെ സ്കൂളിലൊരു മാഷുണ്ടായിരുന്നു, ഭയങ്കരമായിട്ട് പീഡിപ്പിക്കും. അദ്ദേഹത്തിന് ദേഷ്യം വരുമ്പോൾ അദ്ദേഹം പീഡിപ്പിക്കും. അങ്ങനെയുള്ള ശിക്ഷയ്ക്ക് ഒരു അർത്ഥമില്ല, കുട്ടികൾക്ക് വെറുപ്പേ ഉണ്ടാവുള്ളൂ. നേരെ മറിച്ചിട്ട് സ്നേഹമുള്ളൊരു ടീച്ചർ ശിക്ഷിച്ചാൽ വലുതാകുമ്പോഴും നമ്മൾ ഓർക്കുന്നു. നമ്മൾ ഏറ്റവും അധികം ദേഷ്യപ്പെട്ട ചിലപ്പോൾ ടീച്ചറായിരിക്കും നമുക്ക് ഏറ്റവും സ്നേഹം, കാരണം അവർ എന്നെ നന്നാക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്തതെന്ന് മനസ്സിലാവുന്നു. അപ്പോൾ ഇൻറ്റൻഷൻ തീർച്ചയായിട്ടും മനസ്സിലാവും. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ അഹിംസയാണ് പരമധർമ്മം എന്നുള്ളതിന് ഒരു സംശയമില്ല. അല്ലെങ്കിൽ എത്തേണ്ട മാർഗങ്ങൾ അഹിംസയോടെ ആയിരിക്കണം, സ്നേഹത്തോടെ ആയിരിക്കണം, എല്ലാവരെയും നന്മയ്ക്ക് വേണ്ടിയിട്ടായിരിക്കണം, ഒരിക്കലും ഒപ്രസ് ചെയ്തുകൊണ്ടാകരുത് എന്നുള്ളതാണ് ഹാർട്ട്ഫുൾനെസ്സിലൂടെയും നമ്മൾ മനസ്സിലാക്കണം. സ്നേഹത്തിലൂടെ എങ്ങനെയാണ് ഈ എക്സ്പ്രഷൻ നമുക്ക് നടത്താൻ സാധിക്കുക, ഇതാണ് നമ്മൾ പഠിക്കേണ്ടത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഡിസ്കഷൻ അവസാനിപ്പിക്കാം. അടുത്ത സെഷൻ വരെ വിട വാങ്ങുന്നു. നന്ദി, നമസ്കാരം.